ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സെനിഗലിൻ്റെ അടുത്തുള്ള ഒരു കൊച്ചു രാജ്യമാണ് ഗാംബിയ. കേരളത്തിൻ്റെ 1/3 ഭാഗം വലിപ്പമുണ്ടാകും. ഏകദേശം 18 ലക്ഷം ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു. 600ഓളം ഇന്ത്യക്കാർ ഗാംബിയയിൽ പൗരത്വമെടുത്ത് സ്ഥിരമായി താമസിക്കുന്നുണ്ട്. കൂടുതലും ബിസിനസ്സുകാരും കൺസ്ട്രക്ഷൻ കോൺട്രാക്ടർമാരുമാണ്. ഗാംബിയയ്ക്ക് ഇന്ത്യയിൽ ഒരു ഹൈക്കമ്മീഷനുണ്ട്. അതുപോലെ ഇന്ത്യക്ക് ഗാംബിയയിൽ ഒരു ഓണററി കോൺസുലേറ്റ് ജനറലുമുണ്ട്. ഗാംബിയയുടെ ഏറ്റവും വലിയ 3ാമത്തെ ട്രേഡിംഗ് പാർട്ട്ണർ ഇന്ത്യയാണ്. ഇന്ത്യ ഗാംബിയയിലേക്ക് വസ്ത്രങ്ങളും കോസ്മെറ്റിക്സും ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളും ഉരുക്കും കയറ്റി അയക്കുന്നു. അതുപോലെ ഗാംബിയയിൽ നിന്ന് ഇന്ത്യ കശുവണ്ടിയും പരുത്തിയും ഇറക്കുമതി ചെയ്യുന്നു. ഗാംബിയയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇന്ത്യ ഒരു പോളിടെക്നിക് സ്ഥാപിച്ചിട്ടുണ്ട്. ധാരാളം ഗാംബിയക്കാർ ഇന്ത്യയിൽ വരികയും ഇന്ത്യയിലെ ആശുപത്രി സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. പശ്ചിമാഫ്രിക്കയിൽ മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്നവരാണ്. എന്നാൽ ഗാംബിയ ഭരിച്ചത് ബ്രിട്ടീഷുകാരായതുകൊണ്ട് ഇംഗ്ലീഷാണ് ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ്. അതുകൊണ്ട് ഇന്ത്യക്ക് ഗാംബിയയുമായി ഇടപഴകുവാനും വ്യാപാരം നടത്തുവാനും നല്ല എളുപ്പമുണ്ട്. ഗാംബിയയുടെ തലസ്ഥാനം ബാൻജുൾ നഗരമാണ്. ഒരു ദ്വീപിലാണ് ഈ നഗരം പടുത്തുയർത്തിയിട്ടുള്ളത്. 30,000 ആളുകൾ ഇവിടെ താമസിക്കുന്നു. കൂടുതൽ ആളുകളെ ഈ ദ്വീപിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ എയർപോർട്ട് റോഡിലാണ് പുതിയ വീടുകൾ ഉണ്ടായി വരുന്നത്. ബ്രിട്ടീഷുകാർ ഭരിച്ച ഒരു രാജ്യമായതുകൊണ്ട് അവർക്ക് ഗാംബിയയോട് പ്രത്യേകമായ ഒരു താല്പര്യമുണ്ട്. ഗാംബിയ എക്സ്പീരിയൻസ് പോലെയുള്ള ബ്രിട്ടീഷ് കമ്പനികൾ ഗാംബിയയിലേക്ക് വിനോദയാത്ര പോകുവാൻ ബ്രിട്ടീഷുകാർക്കും മറ്റ് യൂറോപ്യൻസിനും സൗകര്യം ഏർപ്പാടാക്കുന്നു. ഗാംബിയയുടെ തലസ്ഥാനമായ ബാൻജുൾ നഗരത്തിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത് ആൽബർട്ട് മാർക്കറ്റും ബാൻജുൾ സ്റ്റേറ്റ് ഹൗസും കോർട്ട് ഹൗസും കത്തീഡ്രലുകളും ജുമാഅത്ത് പള്ളികളുമാണ്. തലസ്ഥാന നഗരിയിലെ കാലിപ്സോ റെസ്റ്റോറൻറ്റ് മികച്ച ഉച്ചഭക്ഷണം നൽകുന്നു. മുതലകളെയും കുരങ്ങന്മാരെയും നിരീക്ഷിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുവാൻ ഇവിടെ സൗകര്യമുണ്ട്. അതുപോലെ ഗിബ്ബീസ് ഓൺ ദ ബീച്ച് റെസ്റ്റോറൻറ്റ് മികച്ച സീ ഫുഡും റൈസ് ഐറ്റംസും നൽകുന്നു. കേപ്പ് പോയിന്റ് ബീച്ചിലാണ് ഈ റെസ്റ്റോറൻറ്റ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഗാംബിയയിൽ ടൂറിസ്റ്റുകളെ സഹായികളും ഗൈഡുകളും പൊതിയുന്നത് സാധാരണമാണ്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കൊണ്ടുപോയി കാണിക്കുവാനും ടാക്സി സർവീസ് പോലെയുള്ള സേവനങ്ങൾ ഏർപ്പാടാക്കുവാനും ധാരാളം ആളുകൾ ടൂറിസ്റ്റുകളെ സഹായിക്കുന്നു. എങ്കിലും ഇത്തരം ഗൈഡുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് അതൊരു ശല്യമായി മാറിയിട്ടുണ്ട്. ചൂടുള്ള കാലാവസ്ഥയാണ് ഗാംബിയയിൽ കൊല്ലം മുഴുവനും. അതുകൊണ്ട് പാശ്ചാത്യ ടൂറിസ്റ്റുകളെ എളുപ്പത്തിൽ ആകർഷിക്കാൻ പറ്റുന്നു. രാജ്യത്തിന് മധ്യത്തിലൂടെ ഗാംബിയ നദി ഒഴുകുന്നു. ഈ നദിയാണ് ഈ രാജ്യത്തിൻ്റെ ജീവനാഡി. നദിയുടെ 2 കരയിലും കൃഷി ചെയ്താണ് ഈ രാജ്യത്തിലെ ജനങ്ങൾ ജീവിതമാർഗം കണ്ടെത്തുന്നത്. ഗാംബിയ നദിയുടെ കരയിൽ മാത്രമുള്ള ഈ രാജ്യം ഒരു നേന്ത്രപ്പഴത്തിൻ്റെ ആകൃതിയിലാണ് നമുക്ക് ഗൂഗിൾ മാപ്പിൽ കാണുവാൻ പറ്റുന്നത്. ഈ നദിയിൽ ടൂറിസ്റ്റുകൾക്ക് വിനോദയാത്ര പോകുവാനും സൗകര്യമുണ്ട്. ഗാംബിയയിലെ ഗവൺമെൻറ് ഏകാധിപത്യ സ്വഭാവമുള്ളതാണ്. പത്രസ്വാതന്ത്ര്യം തീരെയില്ല. ഗവൺമെൻറ്റിനെ വിമർശിച്ചതിന് ഈ അടുത്ത കാലത്ത് 3 പത്രപ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അറിയപ്പെടുന്ന പത്രപ്രവർത്തക ദൈഡ ഹൈദാറയെ അജ്ഞാതരായ തോക്കുധാരികൾ കൊലപ്പെടുത്തിയത് വമ്പിച്ച കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകൾ ഗാംബിയയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് എപ്പോഴും എടുത്തു പറയാറുണ്ട്. ഗാംബിയയിലെ ജനങ്ങൾ കൂടുതൽ നഗരങ്ങളിലാണ് താമസിക്കുന്നത്. 60% ജനങ്ങൾ നഗരങ്ങളിലും 40% ജനങ്ങൾ ഗ്രാമങ്ങളിലും താമസിക്കുന്നു. രാജ്യത്തിന് ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും ധാരാളം ഇംഗ്ലീഷുകാർ ഇവിടെ താമസിക്കുകയും ബിസിനസ്സിലും സർവീസ് മേഖലയിലും സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ഫ്രഞ്ചുകാരെ പോലെ അവർ രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല. ഗാംബിയയിൽ 96% മുസ്ലിങ്ങളും 4% ക്രിസ്ത്യാനികളുമാണ്. ഇവിടെയുള്ള മുസ്ലിങ്ങൾ കൂടുതലും സൂഫി വിഭാഗത്തിൽപ്പെടുന്നതാണ്. അതിനു പുറമെ ലബനീസ് വംശജരായ ഏതാനും ഷിയാക്കളും ഇവിടെയുണ്ട്. ഈ രാജ്യത്തിൽ ഭൂരിഭാഗം ആളുകളും കാർഷിക വൃത്തിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ 30%വും കൃഷിയിൽ നിന്നാണ് വരുന്നത്. കൂടുതലും നിലക്കടലയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അതിനു പുറമെ കന്നുകാലി വളർത്തലുമുണ്ട്. മത്സ്യബന്ധനം ഈ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസായമായി മാറിയിരിക്കുന്നു. ചൈനയുടെ സഹായത്തോടെ ഒരു ഫിഷ് പ്രോസസ്സിംഗ് ഫെസിലിറ്റി വലിയ തോതിൽ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ചൈനയുടെ ഈ സംരംഭം രാജ്യത്തിന് ഗുണകരമാകുമോ എന്ന് പലർക്കും സംശയമുണ്ട്. ജലഗതാഗതത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഗാംബിയ. 390 കിലോമീറ്ററോളം ജലഗതാഗത സൗകര്യമുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള ബാൻജുൾ തുറമുഖമാണ് രാജ്യത്തിലെ ഏക തുറമുഖം. ഗാംബിയയുടെ രാഷ്ട്രപതി ആഡാമ ബാരോ മുമ്പ് ഇംഗ്ലണ്ടിൽ ഒരു നൈറ്റ് വാച്ച്മാൻ ആയിരുന്നു. പിന്നീട് അദ്ദേഹം ഗാംബിയയിലേക്ക് തിരിച്ചു വരികയും ഒരു സ്വത്ത് കച്ചവടക്കാരനായി മാറുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയും ഡൊണാൾഡ് ട്രംപിനെ പോലെ ബിസിനസ് പരിചയം ഉപയോഗിച്ച് രാഷ്ട്രീയ വിജയം നേടുകയും ചെയ്തു. 2 ഭാര്യമാരിലായി അദ്ദേഹത്തിന് 4 കുട്ടികളുണ്ട്.